ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മലയാളികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള നല്ല നാടൻ പൊറോട്ടയാണ്. ഈ പൊറോട്ട ഉണ്ടാക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. കാരണം ഇത് കടയിൽ നിന്നും വാങ്ങുന്നത് പോലെ നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, ഇത് ഉണ്ടാക്കുന്നതിന് ഒരുപാട് സമയം എടുക്കത്തില്ലേ? സമയം എടുത്താൽ തന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടത്തില്ല എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ആരും ഇത് ഉണ്ടാക്കാറില്ല. പക്ഷേ ഇതുണ്ടാക്കാനുള്ള ചില എളുപ്പ വഴികൾ അറിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതിന് കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പൊറോട്ട ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മൈദ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിന് 3 കപ്പ് മൈദ ഞാൻ എടുക്കുന്നുണ്ട്. 1 കിലോ തികച്ചെടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 1 കിലോ മാവിന് 1 മുട്ട ചേർത്താൽ മതി. ഞാനിപ്പം 3/4 കിലോ മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ചെറിയ മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴയ്ക്കാനായിട്ട് എടുക്കുന്ന വെള്ളം സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. സാധാരണ വെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. നമ്മളിത് കുഴച്ചെടുക്കുന്നത് ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാടങ്ങ് ലൂസ് ആവരുത്, അതുപോലെ ഒരുപാട് ടൈറ്റായും പോകരുത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ദാണ്ട ഈ ഒരു രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. ഒരു 20 മിനിറ്റോളം സമയമെടുത്തിട്ട് ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് എത്രത്തോളം നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടുന്നോ അത്രയും നമ്മുടെ പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഒരു 15-20 മിനിറ്റോളം ഇതേ രീതിയിൽ ഒന്ന് കുഴച്ചു കൊടുക്കണം. നമ്മുടെ മാവ് താണ്ടി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് മയപ്പെടുത്തി എടുക്കാനായിട്ട് കേട്ടോ. നമ്മുടെ മാവ് നല്ല രീതിയിൽ പദം വരുത്തുക എന്ന് പറയും ഇങ്ങനെ ചെയ്യുന്നതിന്. കൈകൊണ്ട് ഇതുപോലെ തേച്ച് വേണം നല്ല രീതിയിൽ ഇത് മയപ്പെടുത്തി എടുക്കാൻ. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോഴേ ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ മാവ് എത്രത്തോളം മയപ്പെട്ട് വരുന്നോ എങ്കിൽ മാത്രമേ നമുക്ക് പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു 20 മിനിറ്റോളം ഒക്കെ ചെയ്തെടുക്കുമ്പോഴേ നല്ലതുപോലെ തന്നെ മാവ് നല്ല അയഞ്ഞ് കിട്ടുകയും നല്ല കറക്റ്റായിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കി എടുക്കാനും പറ്റും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് എണ്ണ ഇതുപോലെ കയ്യിലൊന്ന് തടകിയിട്ട് വേണം നമ്മളിതുപോലെ ചെയ്തെടുക്കാൻ. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോഴേ പൊറോട്ടയ്ക്ക് പിന്നെ നമുക്ക് കുറച്ച് എണ്ണ ആവശ്യമാണ്. അപ്പോൾ എണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ പൊറോട്ട നല്ലതായിട്ട് കിട്ടത്തില്ല. അപ്പോൾ കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് കയ്യിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ച് നല്ലതുപോലെ മാവ് പദം വരുത്തിയെടുക്കണം. ഒരു 20 മിനിറ്റോളം ഞാനിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് മാവ് നല്ലതായിട്ട് പദം വരുത്തിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മുടെ ഈ ഡോ എത്രത്തോളം സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും നല്ലതായിട്ട് തന്നെ നമുക്ക് പൊറോട്ട കിട്ടും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേ ഒരു നനഞ്ഞ ടവൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് വേണം. നനഞ്ഞ ടവലോ ഒരു തുണിയോ വല്ലോ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവങ്ങ് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ ഇത് നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ദാണ്ട 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. നമ്മുടെ ഡോയൊക്കെ ഒന്നുകൂടി സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റോളം ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. എല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി കുറച്ച് എണ്ണയൊക്കെ ചേർത്തിട്ട് ഒന്ന് മാവ് ഒന്നുകൂടി ഒന്ന് മയപ്പെടുത്തിയെടുക്കണം. നല്ല രീതിയിൽ തന്നെ മാവ് മയപ്പെട്ട് വന്നിട്ടുണ്ട്. മാവ് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ.
ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ ചെറിയ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴേ വളരെ ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതാണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ബോൾസ് ആക്കി വെക്കുന്നുണ്ട്. കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കണം. എണ്ണയൊന്ന് തടവി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഈ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ബോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാ മാവും ഒന്ന് ബോൾസ് ആക്കി വെക്കാം. ഇനി ഞാൻ ഈ ബോൾസ് വെക്കുന്നിടത്ത് ആ കൗണ്ടർ ടോപ്പിൽ തന്നെ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ബോൾസും ഇവിടേക്ക് എടുത്തു വെക്കാം. ഇങ്ങനെ ബോൾസ് ആക്കി വെക്കുമ്പോൾ നമ്മൾ ഈ നനഞ്ഞ ഒരു തുണി ഇതിൻ്റെ മുകളിൽ ഇട്ട് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകും. നമ്മുടെ മാവ് ഒട്ടും ഡ്രൈ ആവാൻ പാടില്ല. അപ്പം നമ്മളിത് പരത്തുമ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. എല്ലാം ഞാനിവിടെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കുന്നില്ല. ഇനി നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന പൊറോട്ട എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ബോൾ ഉണ്ടല്ലോ, അതെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പം രണ്ടാമതായി ചെയ്ത് വെച്ച ആ മാവെല്ലാം ഇരുന്നിട്ട് ഒന്നുകൂടി റെസ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ദാണ്ട് ഇതേ രീതിയിലൊന്ന് പരത്തിയെടുക്കണം. നമ്മുടെ മാവ് നല്ല രീതിയിൽ മയപ്പെട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ കൈകൊണ്ട് പരത്താൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് പൊറോട്ട ശരിയായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. കൈകൊണ്ട് ഇതേപോലെ ഒന്ന് കുറേശ്ശെ എണ്ണയൊന്ന് കയ്യിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതി. എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുന്നോ അത്രത്തോളം പരത്തണം. നമ്മൾ കട്ടിയുള്ള ഭാഗം നോക്കി ഇതുപോലൊന്ന് പരത്തിയെടുക്കണം. ഇത് കട്ടായി പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് കീറിപ്പോയെങ്കിലും അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്രത്തോളം ഇത് വലുതായിട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം തന്നെ കൈകൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 രീതിയിലാണ് ഈ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് ആദ്യത്തെ ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണ് എളുപ്പമെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് പൊറോട്ട ഗ്രേവിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ തന്നെ മാക്സിമം ഞാൻ ഈ ഒരു വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കൈകൊണ്ട് തന്നെ. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നടുവശത്തു നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ബോൾ നമ്മൾ 2 പൊറോട്ടയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ചെറിയ പൊറോട്ടയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി 2 സൈഡിൽ നിന്നും ഇതേപോലെ കൈ കൊണ്ടൊന്ന് അടുപ്പിച്ചു കൊടുക്കണം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കണം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അതിനനുസരിച്ച് നമ്മൾ എണ്ണ തൂത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ദാണ്ട മാവിൻ്റെ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി മാവൊന്ന് വലിഞ്ഞ് കിട്ടും. എന്നിട്ട് ദാണ്ട ഈ രീതിയിലൊന്ന് ചുറ്റിയെടുത്താൽ മാത്രം മതി. ഇനി കയ്യിൽ വെച്ച് ചുറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ചുറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ എൻഡ് ഭാഗം ദാണ്ട ഇതിനടിയിലോട്ട് ഇതേപോലെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ അടുത്തതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്ത് വെക്കുമ്പോൾ ആ നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിൽ ഇട്ട് വെക്കണം കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നത് രണ്ടാമത്തെ രീതിയാണ്. പഴയതുപോലെ തന്നെ ബോൾ എടുത്തിട്ട് കുറച്ച് എണ്ണയൊന്ന് തടവിയിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം കനമില്ലാതെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. അതുപോലെ എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ദാണ്ട് ഇതേ രീതിയിലൊന്ന് വരഞ്ഞു കൊടുക്കണം. എൻഡ് വരെ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പൊറോട്ട നല്ല ലേയേഴ്സായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രീതിയിൽ. അപ്പോൾ ഒരുപാട് ലേയേഴ്സുള്ള പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. എന്നിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് പഴയതുപോലെ തന്നെ എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ കാണിക്കുന്നത് മൂന്നാമത്തെ രീതിയാണ്. ഈ ഒരു രീതി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ പ്രയാസമാണെന്ന് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ആ ഒരു ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഏത് രീതിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത് നമ്മൾ വീശി അടിച്ചാണ് ഉണ്ടാക്കുന്നത്. ഈ വീശി അടിക്കാനുള്ള ആ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പൊറോട്ട ഈ ഒരു രീതിയിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള രീതി കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ബോൾ എടുത്തിട്ട് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇടത് കൈ ഈ ഷീറ്റിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് വലത് കൈ അതിൻ്റെ മുകളിൽ പിടിച്ചിട്ട് ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് വേണം നമ്മളിത് വീശിയടിക്കാനായിട്ട്.
ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വീശി അടിച്ചടിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഈ വീശി അടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ കൈ നമ്മളിതുപോലെ മാറ്റി മാറ്റി മാവിൻ്റെ ചുറ്റിനും ഇതുപോലെ പിടിച്ച് എല്ലാ സൈഡും ഒരേപോലെ തന്നെ ഇതുപോലെ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റ് 2 രീതിയിൽ ചെയ്തതിനേക്കാട്ടിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷീറ്റായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. എങ്ങും പൊട്ടിയിട്ടൊന്നുമില്ല. ഈ ഒരു രീതി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള രീതി കേട്ടോ. ആദ്യം 1-2 തവണയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പിന്നെ അത് ഈസി ആയിട്ട് തോന്നിക്കോളും. അപ്പോൾ ഇനി ഇത് നടുക്കൂടെ ഒന്ന് മുറിച്ചു കൊടുത്തിട്ട് മാവിൻ്റെ എൻഡിൽ പിടിച്ച് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഇത് പഴയതുപോലെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് രീതിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമെന്ന് തോന്നുന്നു വെച്ചാൽ ആ ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ ഞാൻ ഇതിന് മുമ്പ് ഗോതമ്പ് പൊറോട്ടയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്തിൽ ഞാൻ വേറൊരു രീതിയിലാണ് ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ ഈ പൊറോട്ട കുക്ക് ചെയ്തെടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ആ മാവ് എടുത്തിട്ട് ദാണ്ട കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തടകിയിട്ട് വേണം ചെയ്ത് കൊടുക്കാനേ കേട്ടോ. ഈ ഒരു രീതിയിൽ അത് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഈ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി കോല് കൊണ്ട് തന്നെ ഇത് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരുപാട് അങ്ങ് പരത്തരുത് കേട്ടോ. വളരെ ശ്രദ്ധിച്ച് വേണം പരത്താൻ. ഒത്തിരി അങ്ങ് പരത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ലെയേഴ്സൊക്കെ പോകും. അപ്പോൾ കൈകൊണ്ട് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. തവ ചൂടായിട്ട് വന്നപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂണ് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആ തവയിലെല്ലാം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തി വെച്ചേക്കുന്ന ആ ഷീറ്റ് എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. തീ ഒരുപാട് അങ്ങ് കൂട്ടിയിടരുത്, അതുപോലെ ഒരുപാട് കുറച്ച് വിടരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. മീഡിയം ഫ്ലെയിമിനെക്കാട്ടിൽ കുറച്ചുകൂടി ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരുപാട് അങ്ങ് ലോ ഫ്ലെയിമിലായി പോകരുത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് ഒരു 1/2 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ചെറിയ ചെറിയ ബബിൾസ് ഇതുപോലെ വരുമ്പോഴേ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചട്ടുകം വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ അടിവശം നല്ലതുപോലെ മുരിഞ്ഞു വരികയും ഇതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരുപാട് നേരം തിരിച്ചും മറിച്ചും ഒരുപാട് അങ്ങനെ ഇട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് പോകും. ഞാൻ കണ്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഞാനൊരു 4-5 എണ്ണം ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 4-5 എണ്ണമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇതൊന്ന് ചെറിയ ചൂടോട് കൂടി ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ലെയേഴ്സ് തിരിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് എടുക്കണം. എങ്കിൽ മാത്രമേ ആ ലെയർ നമുക്ക് നല്ലതുപോലെ കിട്ടത്തുള്ളൂ. അതുപോലെ പൊറോട്ട നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടും കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോഴേ. ഇതാ കണ്ടില്ലേ, നല്ല ലേയേഴ്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൊറോട്ട എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദാണ്ട് പൊറോട്ട എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള പൊറോട്ടയാണ്. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.